ഞാനിപ്പം 4:30 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് മുന്നേ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ 4:30 മണിക്ക് എഴുന്നേൽക്കാം? അറ്റ്‌ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും എഴുന്നേൽക്കാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫെയിലായതാണ്. അപ്പം ഞാൻ ഇപ്പം എങ്ങനെ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നത്? ഹൗ ക്യാൻ ഐ വേക്ക് അപ്പ് സോ ഏർലി? ഹൗ ക്യാൻ ഐ ബി മോർ പ്രൊഡക്റ്റീവ്? കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങി. എനിക്ക് എൻ്റേതായുള്ളൊരു മീ ടൈം കിട്ടാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു 4:30 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ 4:30 മണിക്ക് എഴുന്നേൽക്കാനോ ഇല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാനോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയിലുള്ള കുട്ടി ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ ഒരു ശരിയായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ എഴുന്നേൽക്കാൻ ഉള്ളൊരു റീസൺ, എന്തിനാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത്, അങ്ങനൊരു കമ്പല്ലിങ് അല്ലെങ്കിൽ ക്ലിയർ റീസൺ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റാത്തത്. ശരിക്കും നമ്മൾ ഈ 4:30 മണിക്ക് എണീക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എന്താണ് എനിക്കുള്ളൊരു കാര്യം, ഇത് ശരിക്കും വർത്താണോ എന്നുള്ളൊരു ചോദ്യം നമ്മളെപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുന്നോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യം പറ്റാത്തൊരു കാര്യമായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. എനിക്ക് സത്യത്തിൽ കുറേ കാലമായിട്ട് എനിക്ക് എൻ്റേതായ ഒരു ടൈമില്ലായിരുന്നു. മിച്ചുവിനെ സ്കൂളിൽ കൊണ്ടാക്കുക, എൻ്റെ ജോലി, ഭയങ്കര ഫിയർ, സ്ട്രെസ്സ്, ടെൻഷൻസ്, അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ഒന്നും ഫോളോ അപ്പ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നിനും ടൈം കിട്ടാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. ഞാൻ അത് മൊത്തത്തിൽ എൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചൊരു സമയത്താണ് ഞാൻ ഈ ഒരു 4:30 മണിക്ക് എഴുന്നേൽക്കാം, അതായത് എനിക്കൊരു 1 hour കിട്ടുന്ന ആ ഒരു ജേണിയിലേക്ക് ഞാൻ എത്തിയത്. കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും എനിക്കിഷ്ടപ്പെട്ട എനിക്ക് മാത്രമുള്ള ഒരു ടൈം, എനിക്ക് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാണ്ട് കിട്ടുന്നൊരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒരു സമയമാണ്, അതായത് 4:30 സമയം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ മൈൻഡിൽ കൊടുക്കേണ്ടത്, നമ്മൾ ആദ്യം പോയിന്റ് ചെയ്യുക, വൈ ഷുഡ് ഐ വേക്ക് അപ്പ് സോ ഏർലി? അതിനുള്ളൊരു പോയിന്റ്സ് നമ്മൾ ആദ്യമേ ക്ലിയർ ആക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മോന് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുന്നേ തുടങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ എന്താണെങ്കിൽ പോവുകയാണെങ്കിൽ അവന് സ്കൂൾ ബസ് ഒരു 6:10 വരുമെങ്കിൽ ഞാനൊരു 5:30 എഴുന്നേൽക്കണം. 5:30 എണീറ്റ് മോന് നേരത്തെ എഴുന്നേൽപ്പിച്ച് മോൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഗോയിങ് ത്രൂ എ ഡാർക്ക് ഫേസ്. അതായത് എനിക്ക് എൻ്റേതായ ഒരു ടൈം വേണം. എനിക്ക് രാവിലെ ഈ ഒരു ഓട്ടം, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഓഫീസിൽ പോകാനുള്ള ടൈമായി, എനിക്ക് എൻ്റെ ജോലികൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ മിച്ചുവിനെ നോക്കുക, ഇങ്ങനെയല്ലാണ്ട് എനിക്ക് മാത്രമുള്ള ഒരു സ്പേസോ ഒരു ടൈമോ ഒരുപാട് കാര്യം, എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായിട്ടുള്ള ഒരാളായതിനെക്കൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ടു ഡൂ മൈ ആക്ടിവിറ്റീസ്, അതിനുള്ളൊരു ടൈമാണ് ഞാൻ ഈ ഒരു 4:30 പറഞ്ഞൊരു 1 hour 4:30 to 5:30 ഞാൻ കണ്ടെത്തിയ ഒരു സമയം. അപ്പോൾ എൻ്റെ മൈൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ എന്തിനാണ് ഈ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നതെന്ന്. ഈ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. അതായത് എത്ര നേരം അലാറം അടിഞ്ഞാലും അത് ഓഫാക്കി കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി നമ്മളെ ബ്രെയിനിനും നമ്മളെ മൈൻഡിനും വരും. അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുക, അല്ല വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവുക എന്തിന് 4:30 മണിക്ക് അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. ഞാൻ കിടക്കാൻ പോണതിന് മുന്നേ തന്നെ എനിക്ക് നാളെ എഴുന്നേൽക്കണം എന്നുള്ളത് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഓൾറെഡി ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, നാളെ രാവിലെ ട്രിപ്പിന് പോകുന്നതാണെങ്കിൽ നമ്മൾ തലേന്നേ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ആയി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൈൻഡിൽ അതുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിന് 4:30 അല്ല 3:30 നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ബ്രെയിനിലേക്ക് എവറി ഡേ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാം, നമ്മൾക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള സാധനം നമ്മൾ എന്താണോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രൊഡക്റ്റീവായിട്ടാണോ, നിങ്ങൾ ബിസിനസ് ആണോ, നിങ്ങളെ ഹെൽത്ത് ആണോ, നിങ്ങൾക്ക് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻ്റ് ആണോ, എന്താണോ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ മൈൻഡിലേക്ക് എന്താക്കുക, തലേന്ന് രാത്രിയെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ നാളെ ഇതാണ് ചെയ്യാൻ വേണ്ടി പോണത്, ഈ വർക്കൗട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത്, ഞാൻ ഇത്ര മിനിറ്റ് ഈ വർക്കൗട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഓക്കെ, ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെയ്യും. അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിൽ നമ്മൾ ഈ ബുക്ക് ഞാൻ ഇത്ര മിനിറ്റ് ഈ ഒരു പേജ് അല്ലെങ്കിൽ ചാപ്റ്റർ വരെ വായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി തലേന്ന് രാത്രി ഇരുന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രെയിനിലേക്ക് വരും, സിഗ്നൽ കൊടുക്കും. അതായത് നാളെ ഒരു ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റോട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. നമ്മൾ എഴുന്നേൽക്കും ചെയ്യും. ഒരു വേക്കപ്പ് റൂട്ടീനാണ്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഒരു 10 മിനിറ്റ്സ് മോർണിംഗ് റൂട്ടീന് വേണ്ടിയിട്ട് രാവിലെ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ കുളിക്കും, ഇല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുക, ഇത്തിരി വെള്ളം കുടിക്കും, ഞാനൊന്ന് നടന്ന് എൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഐ മെഡിറ്റേറ്റ് ഓർ പ്രേ. കുറച്ച് നേരം ഒന്ന് എൻ്റെതായ ഒരു ടൈമിലേക്ക് പോകും. അതിനുശേഷം ഐ ഡു ജേർണലിങ്. എനിക്ക് ജേർണലിങ് ആൻഡ് വിഷ്വലൈസേഷൻ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എൻ്റെ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഐ റീഡ് മൈ ബുക്ക്. ഇതൊക്കെ കൊടുക്കുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് ഒരു ടൈം ഗ്യാപ്പിലാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കുള്ള കോണ്ടൻറ്റ് എന്താണ് ഞാൻ ഈ ഒരു വീക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പോകണം, അത് പ്ലാൻ ചെയ്യും. എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുക. എനിക്ക് എന്തെങ്കിലും കൊളാബറേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഒരു 1 hourലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 5:30 to 6:30 മിച്ചു സ്കൂളിൽ പോണ സമയമാണ്. മിച്ചുവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അവിടുന്ന് എഴുന്നേൽപ്പിച്ച് അവനെ മാറ്റി കൊടുക്കുക, സ്കൂൾ ബസ്സിലേക്ക് കൊണ്ടാക്കുക. ഈ കൊണ്ടാക്കി വരുന്ന സമയം മുതൽ എനിക്ക് 6:30 to 7:30 ടൈം വരെ വീണ്ടും എനിക്ക് ടൈമുണ്ട്. ആ 7:30 വരെ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഐ ലവ് ഡൂയിങ് മൈ വർക്കൗട്ട്. ബേസിക് ആയിട്ടുള്ള ബ്രീതിങ് എക്സസൈസ് ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞ് വാമപ്പ് കാര്യങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ ഐ ഗോ ഫോർ എ വാക്ക്. അതിനുശേഷമാണെങ്കിലും ശരി, എനിക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ കുറച്ച് ടൈമുകൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും. മേ ബി ഐ ഡു മൈ സ്കിൻ കെയർ. അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു 1 hourൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യും. ഫുഡൊക്കെ ഞാൻ മിച്ചു പോണ സമയത്ത് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം 7:30 to 8:30 എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോണ സമയമാണ്. സോ ഐ സ്പെൻഡ് ഗുഡ് ടൈം വിത്ത് ഹിം. ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, ഫുഡ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാക്കിങ് കാര്യങ്ങൾ. 8:30ക്ക് ശേഷം എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങളുമായിട്ട് ഐ വിൽ ബി ബിസി എൻ്റെ കാര്യത്തിൽ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. അല്ലെങ്കിൽ എൻ്റെ ഒരു 4:30 to 8:30 വരെയുള്ള ഒരു ടൈം. അത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ രാത്രി പ്ലാൻ ചെയ്ത് വെക്കില്ലേ, നാളെ രാവിലെ എന്താണോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ട്, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നാളെ രാവിലെ എന്തിനാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താക്കും, ഉറങ്ങും. നമുക്ക് എഴുന്നേൽക്കുന്ന മടിയായിട്ട് നമുക്ക് ഇന്ന് എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടോ, അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എഴുന്നേൽക്കുക. അത് നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 21 days എങ്കിലും മിനിമം നമ്മൾ ആ ഒരു സെയിം റൂട്ടീൻ ഫോളോ ചെയ്താലേ ഉള്ളൂ അത് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറുള്ളൂ. ഹാബിറ്റ് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. ആ ഹാബിറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ റൂട്ടീൻ കറക്റ്റ് ആക്കണം. ദാറ്റ് ഇസ് 21 days. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ബ്രെയിനിലേക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കൊരു വാക്കിങ്ങിന് പോകണം അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോകണം എന്നുള്ളതാണ് നിങ്ങളൊരു എയിം എന്ന് വിചാരിച്ചോ. പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മൈൻഡിലേക്ക് കൊടുക്കേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഡാർക്ക് ആയിരിക്കും, നല്ല ഇരുടായിരിക്കും. അപ്പം ഈ ഇരുട്ടത്ത് ഓടണോ അല്ലെങ്കിൽ പോകണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അതായത് നമ്മൾ ഓൺലി ഫോക്കസിങ് ഓൺ വാട്ട്, ആക്ഷൻ അല്ല നോക്കേണ്ടത്, നമ്മൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ഹെൽത്തി ആവുന്നത്, നമ്മൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് റൺ ചെയ്ത് നമുക്ക് വെയിറ്റ് ലോസ് വരുന്നത്, നമ്മൾ ഫിറ്റ് ആവുന്നത്, അത് വിഷ്വലൈസ് ചെയ്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതല്ല. നമ്മൾ ആ ഗോളിലേക്ക് എത്താണ് എന്നുള്ളത് മൈൻഡിൽ കൊടുത്താലേ ഉള്ളൂ പിറ്റേ ദിവസം കുറച്ച് ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ, നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്തൊക്കെയാണ് ഞാൻ സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ അയ്യോ രാവിലെ ഇരുന്നതൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നതൊക്കെ ഞാൻ എഴുതണ്ടേ എന്ന് വിചാരിച്ചിട്ടല്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, എനിക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നത്, ഞാൻ കൂടുതൽ ബ്രാൻഡ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു എന്താ പറയുക വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നത്. അതിനാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വെൻ യു ആർ ഡൂയിങ് ദ ജേർണലിങ് ചെയ്തതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിനൊരു എന്താ പറയുക റിയാലിറ്റിയിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെയാണ് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തലേന്ന് നമ്മൾ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്, സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് എ ബെനിഫിറ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫിന് മാറാൻ വേണ്ടി പോണേ എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ രാവിലെ എഴുന്നേൽക്കാൻ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും. നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടിപ്പ് ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്, ഗോ ടു ബെഡ് ഏർലി, അതായത് നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. ഇപ്പം ഞാൻ 4:30 എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. ഈ 10 മണിക്ക് ഞാൻ കിടക്കണമെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴേക്കെങ്കിലും മിച്ചുവിനെ ഉറക്കും. മിച്ചുവിനെ കിടത്തി ഉറക്കിയിട്ട് ആ ഒരു 1 hour ക്വാളിറ്റി ടൈം. ഇപ്പം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും നമ്മുടെ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളോ ഓഫീസിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ചായക്ക് കുടിച്ച് ഇരിക്കാനോ പറ്റുന്ന ഒരു 1 hour. ആ 1 hour ഇസ് എ ഗുഡ് ക്വാളിറ്റി ടൈം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ. അതിന് കൂടുതൽ നേരം ഞങ്ങൾ പണ്ടാണെങ്കിൽ കുറച്ച് നേരം ടി വി കണ്ടിട്ടോ ഫോണിൽ കാര്യങ്ങൾ നോക്കിയിട്ട് വെറുതെ എങ്കിലും സ്ക്രോൾ ചെയ്തിട്ട് ഫോണിലിരിക്കും. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പം തന്നെ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിനെ കൊണ്ട് തന്നെ രാത്രി കറക്റ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ചില ആൾക്കാരുണ്ട്, അതായത് നമുക്ക് മെലിയാൻ വേണ്ടിയിട്ട് ഫുഡ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യും, വിച്ച് ഈസ് അൺഹെൽത്തി, റൈറ്റ്? അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ അല്ല നമുക്ക് വേണ്ടത്. ഒരു ഹെൽത്തി സ്ലീപ്പിംഗ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് രാവിലെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റണം. അല്ലാണ്ട് രാത്രി ഒരു 12 മണി വരെ ഇരുന്നിട്ട് 4:30 എണീക്കുക എന്നുള്ളത് വിച്ച് വിൽ ബി സോ ടയറിങ്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ 4:30 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ഉണ്ടാവും നമുക്ക് അന്നത്തെ ദിവസം മൊത്തം വർക്ക് ചെയ്യാൻ. കാരണം നമ്മൾ ടയേർഡ് ആവില്ല എന്നുള്ളത്. വൈ യു ആർ ഗെറ്റിംഗ് ടയേർഡ്? ബിക്കോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ സ്ലീപ്പ്. നേരെ ചൊവ്വനെ ഉറങ്ങാത്തത് കൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കുമ്പം നമുക്ക് ആ ടയേർഡ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് ആക്കുക, നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുക. എല്ലാ രാത്രിത്തെ ടാസ്കുകളും അല്ലെങ്കിൽ പാർട്ടി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിയണത്ര മെല്ലെ പതുക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. മിക്കവാറും സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ വീട്ടിലുണ്ടെന്നാണെങ്കിൽ നേരത്തെ പേരൻസും ആ ഒരു സ്കെഡ്യൂളിലേക്ക് എത്തും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 1/2 hour to 1 hour പവർ നാപ്പ് എടുക്കുക. അതായത് ഇടയ്ക്ക് ചെറിയൊരു ഉച്ചവും മയക്കമൊക്കെ നാട്ടിലുള്ള പലർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു 1 hour ടൈം എടുക്കുക. വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് വർക്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 hour ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ ചെറിയൊരു നാപ്പ് എടുക്കുക. ചില ആൾക്കാർ ചോദിക്കും, ഈ സെയിം സാധനം നമുക്ക് രാത്രി ചെയ്തുകൂടെ? നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കുന്ന ഈ സെയിം സാധനം രാത്രി ചെയ്തുകൂടെ എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ, ഓർ വിച്ച് ഈസ് പ്രാക്ടിക്കലി പറ്റുന്ന കാര്യമല്ല എന്ന് തോന്നുന്ന കാര്യം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എങ്ങനെയാണ് ഈ ഡിസ്ട്രാക്ഷൻസ് വരും. നമുക്ക് ഫോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി വരും, ഫോൺ നോക്കാനുള്ളത് ഉണ്ടാകും. കൂടാണ്ട് ഇപ്പം രാത്രി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ മോൻ എഴുന്നേറ്റ് വരും, ഒരു സൗണ്ട് കേട്ടിരിക്കും, പുറത്തുനിന്നുള്ള കുറേ ആക്ടിവിറ്റീസ്. അപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എന്തിലേക്കാണോ ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി പറ്റാതെ. എല്ലാവർക്കും നൈറ്റ് ടൈം അങ്ങനെ ആയിരിക്കാം, എത്ര നേരം വരെ ഇരിക്കുന്ന ആൾക്കാർക്കും പറ്റില്ല. പക്ഷേ കൂടുതലായിട്ട് റിസർച്ചേഴ്സ് ആണെങ്കിലും ശരി, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ ഫ്രഷ് ആയിട്ട് ആ ഒരു 4:30 ടൈമിൽ ഇറ്റ്സ് സോ സൈലൻറ്റ്, ഇറ്റ്സ് സോ കാം, ഇറ്റ് ഇസ് സോ സൂത്തിങ്. ഈവൻ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ടു കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന സമയം ഇസ് ഓൾ വെരി പവർഫുൾ ആൻഡ് സോ എനർജി, ഭയങ്കര ബൂസ്റ്റിംഗ് എനർജി ആയിരിക്കും. ആ സമയത്ത് വാട്ട് എവർ വി ഡു ഇറ്റ് ഈസ് 101% ആക്റ്റീവ് ആയിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാവിലെ ചെയ്യുന്ന മോർണിംഗ് റൂട്ടീൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും രാവിലത്തെ മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് അലാറം സെറ്റ് ചെയ്യും നമ്മൾ. മെയിൻലി ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെന്നാണെങ്കിൽ ആപ്പിൾ വാച്ചിൽ അലാറം വൈബ്രേഷനിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കിടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഹസ്ബൻഡിനോ മോനെയോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു വൈബ്രേഷൻ ആകുമ്പോൾ ഓക്കെ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു പാറ്റേണിൽ നമുക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇനി അതല്ല എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എപ്പോഴും എന്താക്കുക, അലാറം സെറ്റ് ചെയ്തിട്ട് റൂമിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. കുറച്ച് നമുക്ക് കൈ എത്തുന്ന സ്ഥലത്തുനിന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഓഫാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. വൺസ് യു വേക്ക് അപ്പ് ഫ്രം യുവർ ബെഡ് ഇറ്റ് ഈസ് സോർട്ടഡ്.
ഡൺ ആണ്. നമുക്ക് പോയി അത് ഓഫാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുന്നേൽക്കും അല്ലേ. അപ്പം കുറച്ച് ദൂരെ ബെഡിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെക്കാം. നമ്മൾ ബെഡ് ടു നെക്സ്റ്റ് റൂം നമ്മൾ അതൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഫോണ് ദൂരെ വെക്കാം, വേഗം എഴുന്നേൽക്കുക ഓഫാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ എത്ര എഴുന്നേറ്റിട്ടും തല അങ്ങോട്ട് റെഡി ആവുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത് ഇത്ര നല്ലൊരു കാര്യമല്ല. അതായത് എഴുന്നേറ്റ പാടന്നെ ഫോൺ നോക്കരുത് എന്നാണ് പറയുക. പക്ഷെ നമ്മുടെ മൈൻഡ് ഒന്നും ഫോക്കസ് ആവുന്നില്ല, കോൺഷ്യസ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഉറക്കച്ചടവ് തന്നെയാണെന്നാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് യുവർ ഇൻസ്റ്റാഗ്രാം ആൻഡ് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. അപ്പോൾ നമ്മൾ മൈൻഡ് അതിലേക്ക് ഫോക്കസ് ആവും, പെട്ടെന്ന് എണീക്കാൻ വേണ്ടി പറ്റും. തീരെ പറ്റാത്തവർക്കുള്ളൊരു ഐഡിയ ആണ് അത്. അത്ര നല്ലൊരു കാര്യമല്ല രാവിലെ എഴുന്നേറ്റ പാടന്നെ അങ്ങനെ കാണാന്നുള്ളത്. ബട്ട് ഇഫ് യു കാൺ ഡു എനിത്തിങ് ജസ്റ്റ് ഡു ദിസ്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോർണിംഗിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഭയങ്കര ഈസി ആയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി സ്റ്റെപ്സ് ചെയ്യാം, ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു വാക്ക് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു സ്കിൻ കെയറോ, മോർണിംഗ് ഒന്ന് ഫ്രഷ് ആവുക, ഒരു ഗ്ലാസ് നോർമൽ വെള്ളം കുടിക്കുക, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ഈസി സ്റ്റെപ്പ്. ഫസ്റ്റ് എഴുന്നേറ്റ പാടത്തിന് ഭയങ്കര റഷ് ആകുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈസി റൂട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മെയിനായിട്ട് ഞാൻ കുറേ പേരെടുത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ വേറെ എന്ത് ആക്ടിവിറ്റീസ് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്തുകൊണ്ട് ജോലിൻ്റെ ഭാഗമല്ലാണ്ട് ഉള്ളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സാധനം, ഇപ്പം ജോലിക്ക് പോകേണ്ട 9 to 5, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സമയമില്ല എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്? ബിക്കോസ് യു ആർ നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റ്, ഓർ സമയം എവിടെയും ഇല്ലാണ്ടില്ല. ഈ ഒരു സമയമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു ചോയ്സും ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ, അതായത് നേരത്തെ എഴുന്നേൽക്കാനുള്ളത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ബിൽഡ് ചെയ്ത് എടുത്തൊരു സാധനം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി പറ്റുന്നില്ല. എനിക്കത് പതുക്കെ പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് മനസ്സിലായൊരു സമയത്താണ് നോ, ഐ ഹാവ് ടു കം ബാക്ക്, ഐ ഹാവ് ടു ഡൂ സംതിങ്, ഐ ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? നേരത്തെ എൻ്റെ ഒരു ടൈം ഞാൻ കണ്ടുപിടിച്ചു. ഈ ഒരു 4:30 എണീക്കാൻ തുടങ്ങിയപ്പം മുതൽ എനിക്കുണ്ടായൊരു മാറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായൊരു ടൈം കിട്ടുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെയുള്ളൊരിതാകുമ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താവുന്നത് ഹാപ്പി. ഞാൻ ഹാപ്പി ആവുകയാണെങ്കിൽ എൻ്റെ മോൻ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഹാപ്പിയാണ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സറൗണ്ടിങ് പോസിറ്റീവ് ആവുകയാണ്. അപ്പം നമ്മളെടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സ്, നമ്മളെടുക്കുന്ന കുട്ടി ഡിസിഷൻസാണ്, നമ്മുടെ ചോയ്സാണ് നമ്മളെ മാറ്റുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇറ്റ് ഗിവ്സ് മീ എ സ്പേസ് ഓഫ് ഹാപ്പിനെസ്. ഒരു ചേഞ്ചും കൊണ്ടുവരാണ്ടിരുന്നിട്ട് ഞാൻ വിഷമിക്കുന്നതും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ള വിഷമം കൂട്ടുന്ന സമയത്ത് ആ ഒരു പെയിനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഏതിലാണ് കൂടുതൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്നത് വിഷമമാണ് ഏറ്റവും കൂടുതൽ, റാദർ നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് ഡിസൈഡ് ചെയ്തു? നേരത്തെ എഴുന്നേൽക്കാം, അപ്പം പിന്നെ ഇതിൻ്റെ ഒരു റേഷ്യോ കുറച്ച് കുറയുമല്ലോ. എന്തിന് 4:30? വൈ കാൺട്ട് യു വേക്കപ്പ് അറ്റ് 5:30? എൻ്റെ ഒരു സ്കെഡ്യൂളിനനുസരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം വർക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഏത് ടൈമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നത്, നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈം ഏതാണെന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് ഇസ് 6:30, 5:30, എത്ര ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് ട്രൈ ചെയ്തിട്ട് തന്നെ നോക്കണം. ബട്ട് 4:30 ഈസ് ദി ബെസ്റ്റ് ടൈം ടു ഡു. കാരണം എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ട്, നമ്മുടെ ബോഡിക്കൊക്കെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ റെഡിയാക്കി എടുക്കും വേണം. ആ ഒരു സമയത്ത് 4:30 പറയുന്ന ടൈമാണ് ലൈറ്റ് സ്ലീപ്പ്. അതായത് നമ്മൾ
ചെറിയൊരു സ്ലീപ്പിൽ, ചെറിയൊരു മയക്കത്തുനിന്ന് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് മോർ ഒരു പവർഫുൾ അല്ലെങ്കിൽ എനർജി വൈബ്രേഷൻ ഉള്ള ഒരു, അതായത് നമ്മുടെ ഈ ഒരു നേച്ചറിലാണെങ്കിൽ പോലും ഭയങ്കര ഒരു എനർജി ഉള്ളൊരു സമയമാണ് 4:30 എന്ന് പറയുന്ന ഒരു സമയം. ആ സമയത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും, കൂടുതൽ നേരം നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമാണ് 4:30 മണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 4:30 മണി ഞാൻ ചൂസ് ചെയ്തത്. കൂടാണ്ട് 4:30 to 5:30 ആണ് എൻ്റെ ടൈം, 5:30 to 6:30 ഫോർ മിഹാൻ, അത് കഴിഞ്ഞിട്ട് 7:30 to 8:30 ഫോർ മൈ ഹസ്ബൻഡ്. സോ ദാറ്റ് ഈസ് മൈ ബേസിക് മോർണിംഗ് റൂട്ടീൻ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു സ്ട്രക്ചർ ആൻഡ് നിങ്ങൾക്ക് എന്തിലേക്കാണോ നിങ്ങളുടെ ഒരു എയിം ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു മോർണിംഗ് റൂട്ടീൻ, ഒരു നേരത്തെ എഴുന്നേൽക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഈ ഒരു വീഡിയോ ആവണം, നിങ്ങളുടെ ലൈഫിലും വലിയ ചേഞ്ചസ് കാണണം എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ടോപ്പിക്സ്, ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ എനിത്തിങ്, പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് വിൽ ഡു ഇറ്റ്. താങ്ക് യു. ബൈ.